കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നിന്റെ അമ്മയാ പറയേണ്ടത്. രാജാതിരാജ രാജമാർത്താണ്ഡൻ അഭിരാം രാജാവ് നളഭീമ രാജാവ് ഇതാ എഴുന്നള്ളുന്നു. അതെ, പായസം അടിപൊളിയായിട്ടുണ്ട്. നല്ല മണവും വരുന്നുണ്ട്. ഫാന്റാസ്റ്റിക് ടേസ്റ്റ്. ഈ അഭിപ്രായം ഞാനല്ലേ പറയേണ്ടത്, ഏട്ടനല്ല. കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാമേ? വേഗം കഴിച്ചു നോക്ക്. റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളെ പോലെ എന്തിനാ ഇത്ര വെപ്രാളം കാണിക്കുന്നേ? പിന്നല്ലാതെ അച്ഛൻ നല്ല ഹസ്ബൻഡാണോ അല്ലേന്നുള്ളത് അമ്മയല്ലേ പറയേണ്ടത്? ഓക്കെ, 1 മിനിറ്റ്. നിന്റെ അമ്മ എന്താ ഇങ്ങനെ എക്സ്പ്രഷൻ ഇടുന്നത്? അച്ഛ, നമ്മളുണ്ടാക്കിയ പായസം ഇഷ്ടപ്പെട്ടോ എന്തോ? അപ്പോ പായസം ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഫെയിൽ ആയി പോയല്ലേ? അങ്ങനെ എനിക്ക് തോന്നുന്നത് അച്ഛ. അയ്യോ, നമ്മളിനി വേറെ എന്തെങ്കിലും സ്വീറ്റ്സ് ഉണ്ടാക്കേണ്ടി വരും. ഈ ഇൻസൾട്ട് മായ്ക്കാൻ പറ്റൂ? അച്ഛൻ വിഷമിക്കണ്ട. ഇപ്രാവശ്യം ഫെയിലായെങ്കിലും അടുത്ത പ്രാവശ്യം പാസ്സാവും. യെസ്, തോൽവിയാണ് ജയത്തിന്റെ ആദ്യപടി. കറക്റ്റ്. ഓക്കേ. ഈ പായസം ഏട്ടൻ തന്നെയാണോ ഉണ്ടാക്കിയേ? അതെ, ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ. ഏട്ടൻ സത്യം പറ. സത്യമായിട്ടും ഫോണില് റെസിപ്പി ഒക്കെ നോക്കി ഉണ്ടാക്കിയതാ. അപ്പോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാ? ഫസ്റ്റ് ടൈം ആയോണ്ടല്ലേ ഇങ്ങനെ ആയിപ്പോയത്. നെക്സ്റ്റ് ടൈം വേറെ ലെവലായിരിക്കും. ആ വേറെ ലെവല് ഇപ്പോഴേ ഇതിലുണ്ട് ഉണ്ണി. എന്താ പറഞ്ഞ? പായസം ഉണ്ടല്ലോ അടിപൊളിയായിട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്മെല്ല് സൂപ്പർ, ടേസ്റ്റും അടിപൊളി. വളരെ നന്നായിട്ടുണ്ട്. എന്നെ കൊണ്ട് പോലും ഇത്ര നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയില്ല. താൻ സത്യമാണോ പറയുന്നേ? സത്യമാണ് ഏട്ടാ, പായസം വളരെ 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 നന്നായിട്ടുണ്ട്. പിന്നെന്താ അമ്മയുടെ മുഖം പാവയ്ക്ക കടിച്ച പോലെ ഇരുന്നത്? പാവയ്ക്ക കഴിച്ചതുപോലെ അല്ല ഉണ്ണി, ഞാൻ ഷോക്കായി പോയി. എന്ന് വെച്ചാൽ ഞങ്ങള് സക്സസ് ആയിന്നല്ലേ? അതെ അച്ഛാ, നമുക്കിപ്പോ 100ൽ 100 ആണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഈ പായസം ഏട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ലേ? ഇല്ല, ഫസ്റ്റ് താൻ തന്നെ ടേസ്റ്റ് ചെയ്യട്ടെന്ന് കരുതി തനിക്ക് കൊണ്ടുവന്നതാ. ആണോ? ഒരു തവണ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. എത്ര നന്നായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഏട്ടന് തന്നെ മനസ്സിലാവും. അടിപൊളിയായിട്ടുണ്ട്. കൺഗ്രാറ്റ്സ് അച്ഛാ.
താങ്ക് യു ഉണ്ണി. എന്താ വല്ലാണ്ടിരിക്കുന്നത്? സോറി ഏട്ടാ. എന്തിന്? അത് ഞാൻ കഴിച്ച സ്പൂണ് കൊണ്ട് ഏട്ടനും. സോറി ഏട്ടാ, ഐ എം വെരി സോറി. നോ നോ നോ, സോറി ഒന്നും പറയണ്ട. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലേ. താൻ കഴിച്ച സ്പൂൺ കൊണ്ട് എനിക്കും കഴിക്കാം. ഞാൻ കഴിച്ച സ്പൂണിൽ താൻ കഴിക്കില്ലേ? പറയും. ഞാൻ കഴിക്കുന്നത് വേറെ, ഏട്ടൻ കഴിക്കുന്നത് വേറെ. ഞാൻ വേറെ താൻ വേറെ അങ്ങനെയൊന്നുമില്ല. വി ആർ വൺ. നമ്മൾ ഒന്നാണ്. കറക്റ്റ് അച്ഛൻ പറഞ്ഞത്. അച്ഛനും അമ്മയും രണ്ടല്ല, ഒന്നാ. അമ്മ ഇപ്പോഴെങ്കിലും സമ്മതിക്കുന്നുണ്ടോ അച്ഛൻ ബെസ്റ്റ് ഹസ്ബൻഡ് ആണെന്ന്? ഇപ്പോഴല്ല ഉണ്ണി, എനിക്ക് നേരത്തെ അറിയാം. പിന്നെ എന്തിനാ ഇപ്പൊ ഈ ടെസ്റ്റ് ഒക്കെ വെച്ചത്? ഞാനൊന്നും ടെസ്റ്റ് വെച്ചില്ലല്ലോ. അപ്പോ ഇപ്പോഴെന്തിനാ പായസം ടെസ്റ്റ് വെച്ചത്? എന്റെ അച്ഛനല്ലേ ഉണ്ടാക്കിയത്, എനിക്കിതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഈ അമ്മയുണ്ടല്ലോ വളരെ വലിയ കില്ലാടി അച്ഛ. ഒന്നും അറിയാത്ത പോലെയൊക്കെ ഇരിക്കും, പക്ഷെ എല്ലാം അറിയായിരിക്കും. ഉണ്ണി ഉണ്ണി. താങ്ക് യു വസുന്ധര. എന്റെ പാചകം എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കിച്ചണിൽ നിന്ന് ലീവ് എടുക്കാൻ പറ്റുമല്ലേ? തന്റെ സെൻസ് ഓഫ് ഹ്യൂമർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ജയന്തി, എന്താ ഏട്ടാ? ഇപ്പൊ നിന്റെ കാലുവേദനയ്ക്ക് കുറവുണ്ടോ? നല്ല കുറവുണ്ടേട്ടാ. വസുവിന്റെ കൈപുണ്യം കൊണ്ട് നിന്റെ വേദനയൊക്കെ മന്ത്രം കൊണ്ടെന്ന പോലെ പെട്ടെന്ന് മാറിക്കിട്ടി. ഇപ്പോഴെങ്കിലും നീ വിശ്വസിക്കുന്നോ ജയന്തി, വസുവിന്റെ മനസ്സും പ്രവൃത്തിയും വളരെ നല്ലതാണെന്ന്? അമ്മായിയമ്മയും മരുമോളും എന്ന് പറഞ്ഞാൽ ഏതോ ജാതി വൈരാഗ്യം പോലെയോ മതവൈരാഗ്യമോ ആണെന്ന് എല്ലാവർക്കും തോന്നും. എന്നാൽ അത് തെറ്റാണെന്ന് ഭാവനയുടെ കാര്യത്തിൽ തന്നെ നിനക്ക് മനസ്സിലായില്ലേ? മരുമകളെ നിന്റെ മകളായി തന്നെ കണ്ടു. അതേസമയം വാസുവിന്റെ കാര്യം വന്നപ്പോ നീ വേറെ രീതി ചിന്തിച്ചു. അമ്മായിയമ്മയായിട്ട് നടന്ന് അവളെ കുറ്റം പറഞ്ഞു, ദേഷ്യപ്പെട്ടു. എന്നാൽ വാസു അതൊന്നും മനസ്സ് വെച്ച് പെരുമാറിയില്ല. നിന്നോട് പ്രതികരിക്കാനും വന്നില്ല. അവൾ നിന്നെ അമ്മയായി കണ്ട് എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്നുണ്ട്. അതാണ് ജയന്തി വസുന്ധര. നിന്നോടൊന്ന് പറയട്ടെ, ചില സമയങ്ങളിൽ നമ്മുടെ കണ്ണും കാതും, എന്തിനേറെ നമ്മുടെ മനസ്സ് പോലും ചിലപ്പോഴൊക്കെ നമ്മളെ പറ്റിക്കും. നമ്മുടെ ചിന്തകൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കും. നല്ലവരെ പോലും നമ്മൾ തെറ്റായിട്ട് ധരിക്കും. അങ്ങനെ ഒരു തെറ്റാ നീ വസുവിന്റെ കാര്യത്തിൽ ചെയ്തത്. നീ കാണുന്നതൊന്ന്, നടക്കുന്നത് വേറൊന്ന്. വാസു അഭിയെ ശ്രദ്ധിക്കാതിരുന്നിട്ടേ ഇല്ല. വളരെ നന്നായിട്ട് അവനെ നോക്കുന്നേ. അഭിക്ക് അവൾ ഒരു കഷ്ടപ്പാടും വരുത്താറില്ല. കുട്ടികൾക്ക് നല്ല അമ്മയായും അഭിക്കൊരു നല്ല ഭാര്യയായിട്ടും തന്നെയാ ജീവിക്കുന്നേ. ഇനിയെങ്കിലും നിന്റെ നല്ല മനസ്സുകൊണ്ട് വസുവിനെ കാണും. അപ്പോഴേ നിനക്ക് വസുവിന്റെ മനസ്സിലെ നന്മ മനസ്സിലാവൂ. നീയും ഭാവനയും എത്ര നല്ലവരാണോ അത്രയും നല്ല സ്വഭാവം തന്നെയാ വസുവിൻ്റെയും.
നിങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നത് എനിക്ക് കാണണമെന്നുണ്ട്. നാളെ മുതൽ അങ്ങനെ ഒരു സുന്ദരമായ നല്ല കാഴ്ച എനിക്ക് പ്രതീക്ഷിക്കാമോ? എനിക്കറിയാം ജയന്തി, നീ ഒരിക്കലും എന്റെ വാക്കുകൾ എതിർക്കില്ല. വസുവിനെയും ഭാവനയെ പോലെ സ്നേഹിക്കണം. അവളോട് അമ്മായിയമ്മയായിട്ടല്ലാതെ അമ്മയായിട്ട് പെരുമാറിയാൽ നാളെ മുതൽ ഈ വീട്ടില് നിന്റെ ദേഷ്യമോ സങ്കടമോ ഒന്നും കാണില്ല. സ്നേഹം, നിന്റെ ബഹുമാനം, അതൊക്കെയേ കാണാൻ കഴിയൂ. അങ്ങനെയല്ലേ? ഇപ്പോ മനസ്സിലെ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ എൻ്റെ മനസ്സിലൊരു ശാന്തത തോന്നുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട് ജയന്തി. വളരെ ആനന്ദത്തോടെ ഇരിക്കുക ഞാൻ. എന്താടി നീ പെട്ടെന്ന് പോന്നേ? പിന്നെ ഇങ്ങോട്ട് വരാതെ അവിടെ നിന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വസുവേട്ടത്തി ഭജന കേട്ട് സന്തോഷിക്കണമെന്നാണോ? എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അമ്മയ്ക്കും വസുവേട്ടത്തിക്കും ഇടയില് തീപ്പൊരി ഉണ്ടാക്കിയത്. രണ്ടുപേർക്കും ഇടയില് വഴക്കും ഉണ്ടായിരുന്നു. വസുവേട്ടത്തിയെ നെഗറ്റീവ് ആക്കിയതാ. ഇപ്പൊ അതെല്ലാം വേസ്റ്റ് ആയി പോയില്ലേ? അമ്മയുടെ കാല് തടവിയപ്പോ വസുവേട്ടത്തി വീണ്ടും നല്ലവളായി. അമ്മയാണെങ്കിൽ പോസിറ്റീവായി മാറുകയും ചെയ്തു. അങ്ങനെ നിന്റെ അമ്മായി പറഞ്ഞോ? അച്ഛനല്ലേ വസുവേട്ടത്തിയുടെ നല്ല ഗുണങ്ങളെ പറ്റി അമ്മയുടെ കാതിലിങ്ങനെ ഓതിക്കൊണ്ടിരുന്നേ. അമ്മയും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. എന്താ അതിന്റെ അർത്ഥം? അമ്മയ്ക്ക് വസുവേട്ടത്തിയോടുള്ള ദേഷ്യം കുറഞ്ഞു എന്നല്ലേ? അപ്പോ അച്ഛൻ പറഞ്ഞതുപോലെ നാളെ മുതൽ വസുവേട്ടത്തി അമ്മയും പാലും വെള്ളവും പോലെ ഒന്നിച്ചു ചേരില്ലേ? എടി മണ്ടി പെണ്ണെ, നിനക്ക് ഇത്രേ മനസ്സിലായുള്ളൂ? ആന്റിക്ക് എന്താണ് മനസ്സിലായത്? നിന്റെ അമ്മായിക്ക് വസുവിനോട് മുഴുവനായും പോസിറ്റീവ് അഭിപ്രായം ഒന്നുമില്ല. ഏട്ടത്തിയുടെ മനസ്സിലെവിടെയോ വസുവിനോടൊരു ദേഷ്യം എപ്പോഴും ഉണ്ട്. അങ്ങനെയൊന്നും അമ്മ പറഞ്ഞു കേട്ടില്ലല്ലോ. നിന്റെ അമ്മായി അച്ഛന്റെ ചോദ്യത്തിന് നിന്റെ അമ്മായി ശരിയെന്നും പറഞ്ഞില്ല, അത് തിരുത്താനും പോയില്ല. എന്താ അതിന്റെ അർത്ഥം? ഏടത്തി വസുവിന്റെ കാര്യത്തില് പാതി തൃപ്തിയായിട്ടും പാതി തൃപ്തി അല്ലാതെയാ ഇരിക്കുന്നെ. തീ മുഴുവനായിട്ടും അണഞ്ഞു പോയാ പുക ഉണ്ടാക്കാൻ വലിയ പാടാ. എന്നാ ഇത്തിരി കനല് ബാക്കിയുണ്ട്. അത് ഊതി തീയാക്കാൻ വലിയ സമയമൊന്നും വേണ്ട. നാളെ എന്തോ അത്ഭുതം സംഭവിക്കാൻ പോകുന്ന നിന്റെ അമ്മായി അച്ഛന്റെ വിചാരം. അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കാതിരിക്കാനല്ലേ ഞാൻ ഇവിടെ ഉള്ളത്. പിന്നെന്തിനാടി നീ ഇങ്ങനെ പേടിക്കുന്നത്? ആന്റി എന്ത് ചെയ്യാൻ പോവാ? അപ്പം നിന്നാ പോരെ, എന്തിനാ മോളെ കുഴി എണ്ണുന്നേ? നാളെ നീ കാണാൻ പോവല്ലേ? നമസ്കാരം ഏട്ടാ. നമസ്കാരം ഏട്ടത്തി. നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നു എല്ലാരും? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഒരുപാട് നാളായല്ലോ കണ്ടിട്ട്. ഇരിക്കെ. വസു, സരസ്വതി അനിയത്തിയും വന്നിരിക്കുന്നു. കോഫി കൊണ്ടുവാ. കൊണ്ടുവരുന്നമ്മേ. അവരൊക്കെ ആരാ ചേച്ചി? അമ്മയുടെ ഫ്രണ്ട്സാ. നമ്മുടെ കോളനി തന്നെ താമസിക്കുന്നത്. നിങ്ങളെ ഒന്നൊന്ന് കാണണമെന്ന് വിചാരിക്കുന്നതല്ലാതെ സമയമൊന്നും കിട്ടുന്നേ ഇല്ല. എന്റെ മകന്റെ കല്യാണത്തിന് മുന്നേ എനിക്ക് സമയമുണ്ടായിരുന്നു. മരുമകള് വന്നതിന് ശേഷം ഒട്ടും സമയമില്ലാതായി. എന്താ ഈ പറയുന്നേ? മരുമക്കൾ വന്നാൽ ജോലി കുറയുന്നല്ലേ? ഇപ്പൊ എന്താ സമയമില്ലെന്നോ? നിങ്ങളെപ്പോലെ എല്ലാവർക്കും നല്ല മരുമകളെ കിട്ടണമെന്നുണ്ടോ? ഏട്ടത്തി നല്ലവരായതുകൊണ്ടാ ഏട്ടത്തിക്ക് നല്ല മരുമക്കളെ കിട്ടിയത്. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. മോളെ കാണാൻ നല്ല ഐശ്വര്യമുണ്ട്.
ആരാ ഈ ആന്റിമാര്? ഏട്ടത്തി, മറ്റേ 2 മരുമക്കൾ ഒരു വശം, ഇവൾ ഒരു വശം. അതെ ഏട്ടതി, കോളനിയിലുള്ള എല്ലാവരും വസുവിനെ കുറിച്ചാ സംസാരിക്കുന്നത്. വസുവിനെ പോലെ നല്ലൊരു മരുമകളെ കിട്ടാൻ അമ്മായി മുൻജന്മത്തിൽ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ടാവണം. സാക്ഷാൽ ആ മഹാലക്ഷ്മി തന്നെ മരുമകളായി വന്നിരിക്കുകയാണ്. ഏട്ടത്തിയുടെ ഭാഗ്യം കണ്ട് കോളനിയിലെ എല്ലാരും അസൂയപ്പെട്ടിരിക്കുകയാണ്. ഓ ഗോഡ്, രാവിലെ തന്നെ വസുവേട്ടത്തി ഭജനയോ? സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങള് ഭാഗ്യമില്ലാത്ത ഒരാളാണെങ്കിൽ മത്സരത്തിൽ വിജയിച്ച് നേടിയ ആഭരണങ്ങളൊക്കെ വസു എന്തിനാ നിങ്ങൾക്ക് തരുന്ന ഏട്ടത്തി? മാത്രമല്ല, ഇന്നത്തെ കാലത്ത് 1 ഗ്രാം സ്വർണം പോലും ആരാ വിട്ടുകൊടുക്കുന്നത്? അങ്ങനെയുള്ളപ്പോ പാരമ്പര്യ സ്വത്ത് ഏട്ടത്തിക്ക് തരുന്നുണ്ടെങ്കിൽ അവൾക്ക് എത്ര നല്ല മനസ്സാ ഉള്ളത്. അല്ല, ഇക്കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? കോളനിയിലുള്ള എല്ലാരും സംസാരിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയാണോ സംസാരിക്കുന്നേ? അതോ എന്റെ എഴുത്തി മരുമകളുടെ കയ്യിലുള്ള സ്വർണ്ണമൊക്കെ വാങ്ങി വെച്ചിരിക്കുന്നാണോ സംസാരിക്കുന്നത്? ചില ആൾക്കാർ അങ്ങനെയും വിചാരിക്കുന്നുണ്ട്, ചിലർ ഇങ്ങനെയും വിചാരിക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാത്ത നാക്കുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം. ആൾക്കാരുടെ നാക്കിന് ലൈസൻസ് ഇല്ലാന്ന് പറയുന്നത് ശരി തന്നെയാ. അങ്ങനെ പറയുന്നവരോട് ഈ കാര്യം പറഞ്ഞ നാക്ക് ഏതാണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പറയണം. എന്താണോ എന്തോ വസുവാണ് പറഞ്ഞതെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നേ? വസു ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറേ ഇല്ല. അങ്ങനെയുള്ളപ്പോ അവളെങ്ങനെ പറയും? അല്ലേലും അവളെന്തിനാ അങ്ങനെ പറയണം? തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ ഏട്ടാ. അവള് വീട്ടിൽ നിന്ന് പുറത്തോട്ടൊന്നും പോന്നില്ലെങ്കിലും ഫോൺ ചെയ്ത് കാര്യം പറയാലോ. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല ഇളമേ. നീയാ പറഞ്ഞതെന്ന് ആ കമല എന്നോട് പറഞ്ഞു വസു. നിങ്ങൾ പറയുന്ന കമല എനിക്ക് ആരെന്ന് പോലും അറിയില്ല. അപ്പോ ആളാരാണെന്ന് അറിയാതെ അമ്മായി നിന്റെ ആഭരണങ്ങൾ പിടിച്ചു വാങ്ങിച്ചെന്ന് പറഞ്ഞോ വസു? എന്തൊക്കെ ഈ പറയുന്ന ഇളമേ? അമ്മയെ കുറിച്ച് ഞാൻ എന്തിനാ തെറ്റായിട്ട് പറയാൻ പോകുന്നേ? അപ്പൊ ഇവര് കള്ളം പറയുന്നാണോ? ഇവരാരാന്നറിയോ? 20 വർഷമായിട്ട് നിന്റെ അമ്മായിയുടെ വിശ്വസ്ത സുഹൃത്തുക്കളാ. ട്വിസ്റ്റ് ഗംഭീരമായിട്ടുണ്ട്. വസുവേട്ടത്തിക്ക് ഇനി അങ്ങോട്ട് അർച്ചനയാണ്. ഇങ്ങോട്ട് നോക്ക്. എന്റെ വസു അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലെങ്കിൽ ഇവര് കാര്യം എങ്ങനെയായിട്ടാ മനസ്സിലാക്കുന്നേ? ഇളയമൊന്ന് നിന്നേ. അതെ, വസു അങ്ങനെ പറഞ്ഞെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ?